ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു പാലക്കാടൻ രീതിയിലുള്ള മത്തി വറുത്തെടുത്താലോ. ഇന്നപ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ നമ്മളിതാണ് ഉണ്ടാക്കുന്നത്. ഹോസ്റ്റലല്ല, നമ്മുടെ റൂമിൽ ഇതാണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്. അതിലോട്ടൊരു ചീനച്ചട്ടിയും കൂടി വെച്ചിട്ടുണ്ട് ഗൈസ്. അതിലിട്ട് നമുക്ക് ഒരു തേങ്ങനെ പിഴിഞ്ഞെടുത്ത നല്ല എണ്ണയോടി ഒഴിക്കാം. ഓക്കെ, മത്തിയാണ് നമ്മൾ വറുക്കണത് കേട്ടോ. ഇനി എണ്ണയൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ എല്ലാ സൈഡിലോട്ടും എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് എന്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. അതാണ് ശരിക്കും ഉണ്ടായത്. മെയിൻ അതായിരുന്നു വേണ്ടത്, പക്ഷേ അത് തന്നെ മറന്നുപോയി. അപ്പോൾ എന്തൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിനിട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളി, കാരണം ഞങ്ങൾക്ക് ഇവിടെ 10-15 മീൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചതും അതിലോട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് തൈര് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അത് മെയിനാണ് കേട്ടോ. മത്തി വറുക്കണമെങ്കിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. അപ്പോൾ കുരുമുളക് പൊടിച്ചതും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായി ചൂടാവണം. എണ്ണ ചൂടാകണം, കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനിലുള്ള എല്ലാ മസാലയും അങ്ങോട്ട് പോകും. അപ്പോൾ അതങ്ങനെ ആവരുത്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് മത്തി അതിലോട്ട് ഓരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് ഡീപ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ശാലോ ഫ്രൈ ചെയ്യാം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചിട്ടിട്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. പക്ഷേ ഇവിടെ ആകെ 15 ഉണ്ടായിരുന്നുള്ളൂ. അറിയാമല്ലോ. ഓക്കെ, ഒരു 10-15 ആകെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് മൊത്തത്തിലിട്ടിട്ട് അങ്ങനെ വറുത്ത് കോരിയെടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും നമ്മൾ വറുക്കാനുള്ള സമയത്ത് ഇട്ടതും തന്നെ പറ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളിട്ട മസാലയൊക്കെ എണ്ണയിൽ തന്നെ ഉണ്ടാവും. മീനിലൊന്നും പിടിക്കില്ല. എൻ്റെ കേസ് വല്ല കടപ്പുറത്തും കിടന്ന് തുള്ളിച്ചാടി കളിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ചട്ടി കിടന്ന് എണ്ണയിൽ കിടന്ന് തുള്ളിച്ചാടി കരയുന്നത്. അത് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് വറുത്ത് കൂരി എങ്ങിട്ടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് നമുക്ക് മീൻ, അതുപോലെ തന്നെ നല്ല വറുത്ത മീൻ വറുത്തതും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് ഒരു 20-25 മിനിറ്റോളം ഇട്ടതിന് ശേഷം തിരിച്ച് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. അത്രയേ ഉള്ളൂ. അതിലൊരു കുറച്ച് ഉള്ളി കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം കളറായി. പിന്നെ ഒന്നും വേണ്ട നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീൻ വറുത്തതും അതിൻ്റെ കുറച്ച് എണ്ണയും കൂടി ചോറിലിട്ട് കഴിച്ചാൽ തന്നെ ധാരാളമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കുറച്ച് രാജകീയമായ ഭക്ഷണമാണ് ഗൈസ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരനും കുറച്ച് അടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അതും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഇതാണ് ഉച്ചയ്ക്കുണ്ടായിരുന്ന നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് ഗൈസ്.